നമസ്കാരം, പ്രവൃത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കിയ സോണറ്റ് HTX വണ്ടിയാണ്. 2023 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ യൂസർ നമ്മളുടെ കൂടെ ഉണ്ട്, നമുക്കൊരു യൂസർ റിവ്യൂ എടുക്കാം. അതുപോലെ തന്നെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു യൂസർ റിവ്യൂ പറയാം. എല്ലാവരും അടിച്ചു കയറി വാ. 2024 കിയ സോണറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമ്മളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോണറ്റ് ആക്ച്വലി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് 2020 അപ്പം ഇതൊരു ടൈപ്പ് 2 അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലായിട്ടാണ് ഇതിപ്പം ഈ ഒരു പുതിയ മോഡൽ വന്നിട്ടുള്ളത്. കാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നുമില്ല, കോസ്മെറ്റിക് ആയിട്ട് കുറേ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അത് തന്നെ പുറമേ നിന്ന് നോക്കുമ്പോഴാണ് തോന്നുക. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ലൈക്ക് അങ്ങനെ മേജർ ചേഞ്ചസ് ഒന്നും ഇന്റീരിയറിൽ വന്നിട്ടില്ല. അപ്പം 1.5 ഇതിപ്പം HTX മോഡലാണ്. ഇപ്പോൾ HTX മോഡലിൽ നമുക്ക് ഇവിടെ ഒരു 8-inch ടച്ച് സ്ക്രീൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, സൺറൂഫ് ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ട്രാക്ഷൻ, അതായത് മൂന്ന് ട്രാക്ഷൻ മോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് നമുക്ക് 3 വരുന്നുണ്ട്. ഇക്കോ മോഡ്, സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്. ഇപ്പോൾ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കോ മോഡലാണ്. പിന്നെ പുറമേ നിന്ന് നോക്കുമ്പം ഒരു എന്താ നമ്മൾ ടോപ്പ് എൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം GT ലൈനിലേക്ക് വരുമ്പം നമുക്ക് അഡാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അഡാസ് ഇപ്പം ചൂസ് ചെയ്യുന്നവരുണ്ടാവും, ചൂസ് ചെയ്യാത്തവരുണ്ടാവും. പക്ഷെ ഒരു ഫാമിലി കാറിന്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു കാർ എന്നുള്ള രീതിയിലാണ് HTX കിയ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസർ ഇവിടെ ഉണ്ട്. അപ്പോൾ വണ്ടി ഇത് ഏകദേശം ഓടിയിട്ടുള്ളത് 1833 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പം അത് തന്നെ നമുക്ക് ജസ്റ്റ് ഇപ്പം മൈലേജ് ഒന്ന് നോക്കാം. 1774 കിലോമീറ്റർ ഓടിയത് 13.6 കിലോമീറ്ററാണ് ആവറേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വണ്ടിക്ക് കിയ പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 19-20 ആ റേഞ്ചാണ്. ഇത് ആക്ച്വലി ഒരു ലോക്കലും ആൻഡ് ഹൈവേയിലുള്ള ഓട്ടോ ഇതിന് കുറവാണ് ഇപ്പോൾ. അപ്പോൾ ഇതിപ്പം ഒരുവിധം ലോക്കൽ തന്നെ ഓടിയിട്ടാണ് ഈ ഒരു മൈലേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഒരു തെറ്റില്ലാത്ത മൈലേജാണ് 13.6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. 1.5 ഒരു അത്യാവശ്യം സാമാന്യം വലിയൊരു ഡീസൽ എഞ്ചിനാണ് താരം. അപ്പോൾ നമുക്കിനി യൂസറിനോട് ചോദിക്കാം ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ്, ഈ വണ്ടിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്, എന്താണ് എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ആകർഷേ, എന്താണ് ലൈക്ക് എങ്ങനെയാണ് ഈ സോണറ്റിലേക്ക് എത്തിയത്? അതായത് നമുക്ക് അതായത് ഒരു കോമ്പാക്ട് SUV-യിലേക്ക് വരുമ്പോൾ നമുക്ക് 3 വണ്ടികളുണ്ട്. വെന്യൂ ഉണ്ട്, നെക്സോൺ ഉണ്ട്, സോണറ്റ് ഉണ്ട്. 3 ആക്ച്വലി 4 XUV. ഇപ്പം XUV 3X ഇറങ്ങി, അതിന് മുന്നേ നമുക്ക് 300 അവൈലബിൾ ആയിരുന്നു. അപ്പം എങ്ങനെ ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ആ സെലക്ഷൻ്റെ ബാക്കിൽ? പ്രത്യേകത എന്ന് പറയാൻ, ഞങ്ങള് വീട്ടിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുവൽ സോണറ്റ് തന്നെയാണ്. അതെ, ഓക്കെ. അപ്പോൾ അതിൻ്റെ സർവീസ് കോസ്റ്റ് ഞങ്ങൾക്ക് ഒരു 30,000 സർവീസ് കോസ്റ്റ് വന്നത് ഏകദേശം 5,000 താഴെയാണ്. അത് തന്നെ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ, ഡീസൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിനുള്ള, അതായത് നമ്മളെ വ്യൂവേഴ്സിനുള്ള നല്ലൊരു പോയിന്റ് ആണ്, കിയക്ക് സർവീസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണല്ലേ? കുറവാണ്. ഓക്കെ. അത് കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഒരു ഫാക്ടറായിരുന്നു. പിന്നെ നമ്മൾ ഓപ്ഷൻ ടാറ്റ ആയിരുന്നു. ടാറ്റേൻ്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് അറിയാലോ. നെക്സോൺ പുതിയ മോഡൽ പക്ഷേ അവർ കഴിഞ്ഞ ഈ 2024 ലോഞ്ച് ചെയ്തിരുന്നു. അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നോ? ടാറ്റ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോയില്ല. തീരെ നമ്മൾ ആദ്യം ഔട്ടാക്കി ലിസ്റ്റ്. ഓക്കെ. പിന്നെ 3X, പിന്നുള്ളത് വെന്യൂ 3XO. വെന്യൂ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഓട്ടോമാറ്റിക് ഇല്ല, ഒന്നാമത്തെ കാരണം. ഓക്കെ. മാനുവൽ മാത്രമേ ഉള്ളൂ ഡീസലിൽ. നമ്മൾ നോക്കിയിരുന്നത് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇപ്പോൾ ട്രാഫിക് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് ഡീസൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡീസൽ, അതായത് കോമ്പാക്ട് SUV-യിൽ ഇപ്പം സോണറ്റ് മാത്രമല്ല മഹീന്ദ്ര ഉണ്ട്. ഓക്കെ. മഹീന്ദ്ര എങ്ങനെ ലിസ്റ്റ് ഔട്ടായി? മഹീന്ദ്ര നോക്കുമ്പം സർവീസ് സെന്റേഴ്സ് കുറവാണെന്ന് തോന്നുന്നു.
ഒന്നാമത് പിന്നെ നമ്മളൊരു സർവീസ് സെന്ററിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും, അതായത് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോടുള്ള ഒരു മഹീന്ദ്രൻ്റെ ഷോറൂം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഫീല് കിട്ടില്ല ഒരു പ്രീമിയം കാർ വാങ്ങാൻ പോകുന്നതിൻ്റെ. ഓക്കെ, നമ്മൾ ഇത്ര പൈസ ചിലവാക്കുകയാണ്, പക്ഷെ അതിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീൽ കിട്ടുന്നില്ല. മഹീന്ദ്ര അത്രയും റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് മാർക്കറ്റിൽ എത്തുന്നില്ല. ഓക്കെ, മാർക്കറ്റിംഗ് മോശമാണെന്ന് പൊതുവെ ഒരു കംപ്ലൈന്റ് മഹീന്ദ്രനെ പറ്റി ഉണ്ട്. ഓക്കെ, അപ്പം സത്യമാണത്. അപ്പം ഏകദേശം 1000 വണ്ടി ഇപ്പൊ എടുത്തിട്ട് 2 മാസം ആവാൻ ഏകദേശം അല്ലേ? ഒരു മാസം. അപ്പം ഒരു 2000 കിലോമീറ്റർ, അതായത് 1776 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. മൈലേജ് ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതിനെക്കാളും കുറവാണോ കൂടുതലാണോ? അത് അവർ പറയുന്ന മൈലേജ് 19 ആണ്. അപ്പം ഈ എവിടെ ലോങ് ഒക്കെ പോയിരുന്നോ? ലോങ് 2 തവണ കണ്ണൂർ വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 15-16 ഒക്കെ കിട്ടിയിട്ടുണ്ട്. മാക്സിമം മൈലേജ് 16. ഓക്കെ, പിന്നെ ഓക്കെയാണ് മൈലേജ്, അത്രയ്ക്ക് തന്നെ എക്സ്പെക്ട് ചെയ്തുള്ളൂ. പിന്നെ ലോക്കൽ ഓട്ടത്തിലാണ് ഈ 13 പോയിന്റ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ റോഡിന്റെ അവസ്ഥ ഇപ്പം ഓൾറെഡി ഇപ്പം കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഓക്കെ, അപ്പം ഇതിലേക്ക് വരുമ്പോൾ ഒരു ഡ്രൈവ് മോഡ് ഉണ്ട്, അതായത് ഇക്കോ മോഡ്, നോർമൽ, സ്പോർട്സ്. അപ്പം 3 മോഡലും ട്രൈ ചെയ്തിരുന്നോ? അപ്പം ഏതാ കുറച്ചുകൂടി കംഫർട്ടബിൾ? ലൈക്ക് ശരിക്കും ഒരു ഗിമിക്കാണോ അല്ലെങ്കിൽ അതിനെക്കൊണ്ട് കാര്യമുണ്ട്? വ്യത്യാസമുണ്ട്. സ്പോർട്സ് മോഡില് വണ്ടി നല്ല റെസ്പോൺസ് തരുന്നുണ്ട്. നോർമലിലാണ് സാധാരണ യൂസ് ചെയ്യാറ്. നോർമൽ മതി ശരിക്കും. നല്ല ട്രാഫിക്, ബാക്ക് ടു ബാക്ക് ട്രാഫിക് ഉള്ളപ്പോൾ ഇക്കോയിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ ഇത്ര ഓടിച്ചതെന്ന് അതിൻ്റെ ഈ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ നിർത്തുമ്പോൾ അപ്പോൾ ഓഫ് ആവും. നോർമൽ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെ വർക്ക് ചെയ്യില്ല, വല്ലപ്പോഴൊക്കെ ഓഫ് ആവാറുള്ളൂ. ഫ്യൂവൽ കൺസർവ് ചെയ്യാനുള്ള എന്തോ ആയിരിക്കും തോന്നുന്നു. അപ്പം ടൈപ്പ് 1, അതായത് ഇനീഷ്യലി സോണറ്റ് ലോഞ്ച് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ബാക്ക് സസ്പെൻഷൻ. അതായത് ബാക്ക് സസ്പെൻഷനിലേക്ക് നമ്മളൊരു ഗട്ടറിലൊക്കെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് അത് നല്ല രീതിയിൽ അത് എന്താ പറയുക ബോട്ടം ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ അതിനെന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ബോട്ടം ഔട്ട് ചെയ്യുന്ന ഇഷ്യൂ ഒന്നും വന്നില്ല. കുറേ ഗട്ടറിലൊക്കെ ചാടി ഉണ്ടായിരുന്നു. ആ ബോട്ടം ഔട്ട് ചെയ്യുന്ന ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ പൊടിക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് ഭയങ്കര ഡിഫറൻസ് ഒന്നുമല്ല, കംഫർട്ടാണ് റൈഡ്. അപ്പം ഇതിപ്പം ഇപ്പോഴേ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ 1 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടോ അറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവും ഒരു 5 പോസിറ്റീവ് പറയണമെന്നില്ല, ഒരു കുറച്ച് പോസിറ്റീവും, അതായത് നമുക്കത് നെഗറ്റീവ് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നതാണ് ഇതിൻ്റെ പോസിറ്റീവ് നമുക്ക് മെൻഷൻ ചെയ്യാം. എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് ഇതിനിപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ ഒരു STX എന്ന് പറഞ്ഞ മോഡലിൽ? ഒരു കുറഞ്ഞ സമയം കൊണ്ട് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള പാനൽസ് ഫുൾ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ആകുന്നുണ്ട്. നമ്മൾ മൈക്രോ ഫൈബർ കൊണ്ട് തൊട്ടാൽ പോലും സ്ക്രാച്ച് ആവും. ഓക്കെ, ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീൻ ഗാർഡും ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡോറിൻ്റെ പ്ലാസ്റ്റിക്സ് ആയാലും കുഴപ്പമില്ല, കാണാനൊക്കെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ സ്ക്രാച്ച് ആവും. പിന്നെ വേറൊന്ന് ഈ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഇത് എല്ലാ ഗിയർ ബോക്സും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ കയറ്റമൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഗിയർ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഗിയറിൽ തന്നെ മുകളിൽ വരെ പോകുന്ന പോലെ ഒരു എഫക്റ്റ് തോന്നുന്നുണ്ട്. ഹിൽ ഹോൾഡ് ഉള്ള മോഡലാണല്ലോ. ഹിൽ ഹോൾഡ് ഉണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നില്ല. പിന്നെ HTXന് ഇത്രയും പൈസ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അലോയ് വീലൂടെ കൊടുക്കാമായിരുന്നു. ഓൺ റോഡ് ഇപ്പം എത്രയാണ് വന്നിട്ടുള്ളത്? ഇതിന് 15.7
8,900. ഓക്കെ. എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ അല്ല എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള Rate റേറ്റ് ആണ്. നമ്മൾ മറ്റേ റേറ്റ് നോക്കുമ്പോൾ 16-ന് മുകളിൽ പോകും. ഓക്കെ. അതുപോലെ തന്നെ ഫേസ് 2-ന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്നല്ല നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇതിലൊരു DPF വരുന്നുണ്ട്, യൂറിയ ലെവല്. അപ്പോൾ അത് നമുക്ക് യൂറിയ ലെവലിൽ കാണാൻ പറ്റില്ലേ? ഓക്കെ. അപ്പം നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് ഇത് കൂടി ഫില്ല് ചെയ്യേണ്ട ഇതും കൂടി നോക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഒരു വിഷയം കൂടെ ഉള്ളത്, ഇതിന് പിന്നിൽ വൈപ്പർ ഇല്ല. ഓക്കെ. പക്ഷെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ടോപ്പ് എൻഡിലുണ്ട്. HTX-ൽ അത് കൊടുത്തില്ല. അത് കൂടെ കൊടുക്കാമായിരുന്നു. അതൊരു സേഫ്റ്റി ഭാഗമായിട്ടെങ്കിലും അത് കൊടുക്കാമായിരുന്നു. മഴയത്തൊന്നും പിന്നെ ചളി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല. ഓക്കെ. കാലാവസ്ഥയൊക്കെ മാറി, എന്തായാലും മഴയായി. എന്തായാലും പോസിറ്റീവ്സ് നമുക്ക് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് നെഗറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വ്യൂവേഴ്സിനൊന്ന് ഷെയർ ചെയ്യാമോ? പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പം 6 എയർ ബാഗ്സ് ലോവർ വേരിയൻ്റ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. എയർ ബാഗ്സ് മാത്രമല്ല, ESP, EBD, പിന്നെ ബ്രേക്ക് അസിസ്റ്റ്. എനിക്കത് കുറച്ചുകൂടി സൗണ്ട് എടുത്ത് പറയേണ്ടി വരും. ഇപ്പം ഫുള്ള് മഴയുടെയൊക്കെ സൗണ്ട് ആയിരിക്കും. എയർ ബാഗും ESP, EBD, ബ്രേക്ക് അസിസ്റ്റ് ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബേസ് മോഡലിലോട്ട് 4 ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. HTX-ന് 4 ഡിസ്ക്കാണ്. പിന്നെ ഞാൻ കണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ലോങ് ജേർണിക്കൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ XUV300-നെക്കാട്ടൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. XUV-ക്ക് ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. പിന്നെ ഇതിന് പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യണമെന്ന് തോന്നിയാലോ നമുക്കത് അങ്ങനെ ഓടിച്ചു നോക്കാമല്ലേ? ചെയ്യാം. പിന്നെ മാനുവലായിട്ട് ഓടിക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ മാനുവൽ മോഡലിലേക്ക് കിട്ടും. ഹമ്പ് വന്ന് കിടക്കും. പാഡിൽ ഷിഫ്റ്റ് ചെയ്യണം. 3-ലായിട്ടുണ്ട്. ഓക്കെ. 4-ആയി. 5, 6 ഇല്ല, 5 ഗിയർ ആണല്ലേ? അല്ല, 6 ആണ് സ്പീഡ് കയറേണ്ടി വരും. എത്ര സ്പീഡ് കയറണം? 6 ആയി. ഓക്കെ. ഇപ്പം തുറക്കണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1, 4, 3. ഓക്കെ. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഷിഫ്റ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയി. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ആ ഒരു ഫീച്ചർ ആരും യൂസ് ചെയ്യാൻ കുറവാണ്. എങ്കിലും കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുന്നവർ മേ ബി യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഫേസ് ലിഫ്റ്റ് വന്നപ്പം പുതുതായിട്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ബാക്ക് സീറ്റിൻ്റെ അണ്ടത്തെ സപ്പോർട്ട് ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ 2 സീറ്റ്, ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റിൻ്റെ ബാക്ക് സ്കൂപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പിന്നിലെ ലെഗ് റൂം കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അത് രണ്ടും നല്ല കാര്യമായിട്ട്. അതിന് ഈ ട്രാക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ട്രാക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ട്രാക്ഷൻ മോഡാണ് കാണിക്കുന്നത്: സ്നോ, മഡ്, സാൻഡ്. അപ്പോൾ ആക്ച്വലി അതൊരു എന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ? അത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഒരു ഗിമിക് ഫീച്ചറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീച്ചറായിട്ടാണ് തോന്നുന്നത്. അത് വലുതായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് എപ്പോഴും ട്രാക്ഷൻ നോർമലിൽ തന്നെ ഉണ്ടാവാറ്. ഓക്കെ. പിന്നെ നമുക്ക് സൺബ്ലൈൻഡ് വരുന്നുണ്ട്. ഓക്കെ. അതും ഇപ്പം ചൂടുള്ള സമയത്തൊക്കെ നല്ല ഉപകാരമായിരുന്നു. UV കട്ട് അല്ലല്ലോ ഗ്ലാസ്? UV കട്ടല്ല. ഓക്കെ. ടോപ്പിൽ UV കട്ട് വരുന്നുണ്ടോ? എന്നാണ് തോന്നുന്നത്. അത് അറിയില്ല. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇൻഫോർടൈൻമെന്റിന്റെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. ടോപ്പ് എൻഡിൽ ബോസിന് സിസ്റ്റം ആർക്കിമിസ് ആണ്. പിന്നെ ഇതിൽ HTX ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഡുവൽ ടോൺ ഇന്റീരിയറാണ് വരുന്നത്. ബ്ലാക്കും ബ്രൗണും ആണ്. അത്
ലെതറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഇതിൽ. അതും ചൂടുള്ള സമയത്ത് നല്ല യൂസ്ഫുൾ ആയി. സീറ്റ് വെന്റിലേഷൻ ഒക്കെ ആക്ച്വലി ഇനി ബേസ് എല്ലാ ക്ലാസ്സിലും കൊടുത്തു തുടങ്ങുന്നുണ്ട്. കാരണം നമ്മൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചൂട് ഇപ്പം കേരളത്തിലിപ്പം ഇന്നിപ്പോൾ ഡൽഹിയിൽ എത്ര 52 ഡിഗ്രി ആയിട്ടാണ് ചൂട് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ കൊല്ലാണ് കേരളത്തിലും ഹയസ്റ്റ് ഡിഗ്രി ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഗോയിങ് ഫോർവേഡ് നമ്മൾ ആ ഫീച്ചറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ബേസ് മോഡൽ തൊട്ട് കൊടുത്തു തുടങ്ങേണ്ടി വരും. പിന്നുള്ളൊരു കാര്യം, ഇതിലെ എല്ലാ സ്വിച്ചസും ബാക്ക് ലൈറ്റ് ഉണ്ട്. ഓക്കെ. അതിപ്പോൾ രാത്രി വിൻഡോ പൊതിക്കാൻ താത്താനൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അത്രയൊക്കെയാണ് എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ ഡ്രൈവിങ്ങും നല്ല കംഫർട്ടാണ്. അപ്പോൾ സോണറ്റിൽ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഒരു 1.5 CRDI എഞ്ചിനാണ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ CRDIയുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.4 ഉണ്ടായിരുന്നു, 1.6 ഉണ്ടായിരുന്നു. അപ്പോൾ BS6 നോംസ് കൊണ്ട് നമുക്ക് ലൈക്ക് 2 എഞ്ചിൻസ്, അതായത് 1.4ഉം 1.6ഉം ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫൈനലി വി ഹാവ് ദിസ് 1.5. അപ്പോൾ 1.5ലേക്ക് വരുമ്പം ഓൾറെഡി ഇതൊരു പ്രോൺ എഞ്ചിനാണ് ആൻഡ് റിലയബിൾ ആണ്. മീൻസ് കൊറിയൻ എഞ്ചിൻസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല സ്മൂത്ത് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പം ഈ ഒരു 1.5 നമ്മൾ കമ്പാരിസൺ വരുന്നത് മഹീന്ദ്രേൻ്റെയും അതുപോലെ തന്നെ ടാറ്റേൻ്റെയും 1.5 ആയിട്ടാണ്. അപ്പോൾ മഹീന്ദ്രൻ്റെ എഞ്ചിൻ ഓക്കെ, ഇറ്റ്സ് സ്മൂത്ത്, ഡീസൽ സ്മൂത്താണ്. പക്ഷെ നമ്മൾ ടാറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡീസൽ ക്ലാറ്ററിങ് ലൈക്ക് നമ്മൾ വിസിബിൾ ആണ്. ഈവൻ ഔട്ട്സൈഡും നമ്മൾ നല്ല രീതിയിൽ അത് നമുക്ക് ഓഡിബിൾ ആണ്. അപ്പം എൻജിൻ വൈസ് നല്ല സ്മൂത്താണ്. പിന്നെ ഈ ഒരു എൻജിൻ ഞങ്ങൾ മാക്സിമം പുഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം സോണറ്റിൽ ആക്ച്വലി 175 വണ്ടി നല്ല സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം ഇത് 4 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അപ്പം നല്ല രീതിയിലുള്ള ബൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈവൻ ദോ നമ്മൾ ലൈക്ക് നല്ല ടോപ്പ് സ്പീഡിൽ പോവുകയാണെങ്കിലും ഈ ബ്രേക്സ് നല്ല ബൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കോർണറിങ്ങിലൊക്കെ ആണെങ്കിലും ലൈക്ക് സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ലൈക്ക് നമ്മൾ സാധാരണ ഈ i20 അങ്ങനെ ചെറിയ ചില വണ്ടികൾക്കൊക്കെ ഓൾറെഡി ബോട്ട് എന്നൊരു വിളിപ്പേരുണ്ട്. പക്ഷേ കിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല. നമുക്ക് ലൈക്ക് ഹൈ സ്പീഡിലാണെങ്കിലും കോർണറിങ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പം ലൈക്ക് അസ് യൂസർ ഓൾറെഡി മെൻഷൻ ചെയ്തു തൈ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. കുറച്ചും കൂടി എന്താ പറയുക, നമ്മളുടെ സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ ഒരു ഫീഡ്ബാക്ക് എനിക്കുണ്ട്. പക്ഷെ അത് അത്ര നോട്ടീസബിൾ അല്ല. ചില വണ്ടികളിൽ അതുപോലെ തന്നെ ഈ ഗിമിക് ഫീച്ചറായിട്ട് പല കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇനീഷ്യലി തിങ്ക് ചെയ്തൊരു കാര്യമായിരുന്നു ഡ്രൈവ് മോഡ്. അതായത് 3 ഡ്രൈവ് മോഡാണ് ഇതിൽ വരുന്നത്: നോർമൽ, ഇക്കോ, അതുപോലെ തന്നെ സ്പോർട്സ്. പക്ഷെ സ്പോർട്സിൽ ലൈക്ക് നമ്മൾ ഇക്കോയിലും സ്പോർട്സിലും ഒന്ന് മാറി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല റെസ്പോൺസീവ് ആണ് എൻജിൻ ആൻഡ് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും സ്പോർട്സ് മോഡിലിട്ട് ഓടിച്ചാൽ. ആ ഷിഫ്റ്റിങ് അത്യാവശ്യം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പം ഒരു നോർമൽ ഒരു empty ആയിട്ടുള്ള റോഡിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു ആവറേജ് സ്പീഡിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മൈലേജ് കയറുന്നുണ്ട്. ലൈക്ക് 14-15 ആ റേഞ്ചൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ഈവൻ നമ്മൾ ട്രാഫിക്കിൽ എത്തിക്കഴിഞ്ഞ് ഈവൻ ദോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും സ്റ്റാർട്ട് സ്റ്റോപ്പ് അഗ്രസീവ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ മൈലേജ് കുറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് ട്രാഫിക്കിൽ പെടുന്നുണ്ടാവും, പക്ഷെ ഒരു 1 or 2 കിലോമീറ്റേഴ്സ് ഡ്രോപ്പ് വരുന്നുണ്ട്. ചിലപ്പം ലൈക്ക് കുറച്ച് വലിയ എൻജിൻ ആയതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ചിലപ്പം സ്റ്റാർട്ട് സ്റ്റോപ്പ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിലുണ്ട്. ചിലപ്പോൾ അഗ്രസീവായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഡീസൽ കാറാണ് നോക്കുന്നത്, മൈലേജ് നോക്കുന്നുണ്ട്, റിലയബിലിറ്റി നോക്കുന്നുണ്ട്, സർവീസ് കോസ്റ്റ് ഒന്നും ഇരുന്നാലും അധികം വരാൻ പാടില്ല. അപ്പം ഈ കുറച്ച് കൂടുതൽ എല്ലാ പോസിറ്റീവ്സും കൂടുതലായിട്ടുള്ള ഒരു കാറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കിയ സോണറ്റ് നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. കാരണം നമ്മൾ ടാറ്റ എടുത്തു കഴിഞ്ഞാൽ ടാറ്റയിൽ ഒരുപാട് സർവീസ് വൈസ് കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് നേരിടാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ടാറ്റ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ബട്ട് സ്റ്റിൽ സർവീസ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക, ടാറ്റയുടെ സർവീസ് ഇനിയും ബെറ്റർ ആവാനുണ്ട്. പിന്നെ നമ്മളുടെ മഹീന്ദ്രേൻ്റെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ
വേണ്ടത്ര സർവീസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ സർവീസ് സെൻറ്റേഴ്സ് ഇവിടെ ഇല്ല. അപ്പം അതൊന്ന് റെക്ടിഫൈ ചെയ്യാണ്ട്. കിയ സർവീസ് സെൻറ്റേഴ്സ് ഇനീഷ്യലി കുറവാണെങ്കിലും ഇപ്പം അത് നല്ല രീതിയിൽ അവർ സർവീസ് സെൻറ്റേഴ്സ് നല്ല രീതിയിൽ ലൈക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ഇവൻ ദോ ദേ ആർ ഷെയറിങ് ദ പാർട്സ് വിത്ത് ഹ്യുണ്ടായി. സോ നമുക്ക് ആ സർവീസ് സൈഡിലും നമുക്കൊരു പ്രശ്നം കിയയിൽ വരാൻ ചാൻസ് ഇല്ല. ആൻഡ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടി വേണ്ട. ആൻഡ് 5 year വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഐ തിങ്ക് ദോസ് ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ഡീസൽ എഞ്ചിൻ വിത്ത് എ ഗുഡ് ലൈക്ക് റിലയബിലിറ്റി ദേ ക്യാൻ ചൂസ് ദിസ് കിയ സോണറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അടിച്ചു കയറി വാ.